RSSനെ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നാലാമത്തെ കാര്യം പറഞ്ഞത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഫ്ലെക്സിബിലിറ്റിയുള്ള ഒരു ഭരണഘടന നമുക്കുണ്ടാകുക. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഫാസിസത്തിലേക്ക് കടക്കാം. ഈ 4 ഘടകങ്ങളാണ് ഫാസിസം ഇന്ത്യ രാജ്യത്ത് കടന്നു കയറാൻ സാധ്യതയുള്ളതിൻ്റെ ലക്ഷണമായി അദ്ദേഹം പറഞ്ഞത്. ആ ലക്ഷണം കറക്റ്റാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നതിൻ്റെ ലക്ഷണം അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം വരുന്നതിനേക്കാളും മുമ്പേ തന്നെ പറഞ്ഞ ഒരാളാണ്. 22-23 പാർട്ടി കോൺഗ്രസുകളിൽ അത് കൃത്യമായി ഞങ്ങൾ സൂചിപ്പിച്ചു. മാത്രമല്ല, അപ്പോൾ ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത ഉണ്ടാക്കണം എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ വന്ന ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണത്. അത് നവഫാസിസം എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് ഇത് ഞങ്ങൾ സ്വകാര്യമായിട്ട് വെച്ചതല്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച CPIM പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച 2025 ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ ചേരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ചിന്തയിൽ പ്രസിദ്ധീകരിച്ച കാര്യമാണിത്. ഇത് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. ഇതെന്തോ ഒരു സ്വകാര്യമായി ഞങ്ങൾ ആരോടെങ്കിലും ചേട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സാധനമല്ല. അതാണ് ചില പത്രക്കാർ ഈ രൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇത് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ചർച്ചയാകട്ടെ. ഇപ്പോൾ ഫാസിസം വന്നിട്ടുണ്ട്, തെളിയിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫാസിസം വന്നിരിക്കുന്നു, അല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്ന പാർട്ടിയുടെ അഭിപ്രായത്താണോ ജനങ്ങൾ നിൽക്കുന്നത്, ചിന്തിക്കുന്നവർ നിൽക്കുന്നത്? വിലയിരുത്തട്ടെ. ആ വിലയിരുത്തുന്നതിനുള്ള ഒരു ഐഡിയോളജിക്കൽ കൺഫ്രണ്ടേഷൻ എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. ഞങ്ങളുടെ 22-23 പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഈ പ്രമേയത്തിൽ പറയുന്നു. അതിന് നവഫാസിസം എന്ന പദപ്രയോഗത്തിന് ഒരു വിശദീകരണം നൽകുന്നു എന്നല്ലാതെ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇത് RSSന് അലേലുയ്യ പാടുകയാണ്, BJPക്ക് അലേലുയ്യ പാടുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശശി തരൂരിന്റെ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിനൊന്ന് മോചനം കിട്ടണം. നിലപാട് മാറ്റേണ്ടി വരുമെന്ന് ബിനോയ് വിശ്വൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ അത് ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ നടത്തട്ടെ. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അവർ ഭേദഗതി കൊടുക്കട്ടെ എന്ന്. ഭേദഗതി കൊടുക്കട്ടെ, അവർക്ക് കൊടുക്കാലോ. നിങ്ങൾ ഈ ഡോക്യുമെന്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ആർക്കും ഭേദഗതി കൊടുക്കാം, ലോകത്തിലുള്ള ഏതൊരാൾക്കും കൊടുക്കാം. അതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ നയം രൂപീകരിക്കുന്നത് കേവലം പാർട്ടി മെമ്പർമാരോട് മാത്രം ചോദിച്ചിട്ടല്ല, ജനങ്ങളോടുകൂടി ചോദിച്ചിട്ടാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങളിത് പബ്ലിക് ഡൊമൈനിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ശശി തരൂരാണ്. കാരണം ശശി തരൂരിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പം രമേശ് ചെന്നിത്തലക്ക് നേരെയുള്ളൊരു ആക്രമണത്തിന് ഇപ്പം അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ തലയിൽ